അപ്പൊ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? ഡിവിൻ. നമുക്കിന്ന് കാറ് പരിചയപ്പെടാം. കിയയുടെ ഏറ്റവും പുതിയ മോഡലായ കിയ കാർണിവൽ ലിമോസിൻ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ കൂടെയാണ് ഇന്ന് ഞാൻ ഉള്ളത്. ഫുൾ ഓട്ടോമാറ്റിക്. ആകെ വണ്ടി ഒരു മോഡലേ ഉള്ളൂ, ഒറ്റ മോഡലേ ഉള്ളൂ. ലിമോസിൻ വരുന്നത് 2.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, ഡീസൽ ടർബോ. 190 bhp ഉള്ള എഞ്ചിൻ. അത്യാവശ്യം നല്ല, ഈ ബോഡി വെയിറ്റിന് അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പവറുമായി നമുക്ക് മൈലേജും ഉണ്ട്. ഇതിന്റെ ഇതേ മോഡൽ ഇതിപ്പോ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ചില മോഡൽ V6 വരെ ഇവർക്ക് വരുന്നുണ്ട് ഓപ്ഷനായിട്ട്. V6 പക്ഷെ നമ്മൾ ഇന്ത്യ കിട്ടില്ല. V6 പുറത്തൊക്കെ V6 പെട്രോൾ കിട്ടുന്നുണ്ട്. ഈ മോഡലിൽ രണ്ട് രീതിയിൽ നമുക്ക് ഡോർ തുറക്കാം. ഒന്ന് നമുക്ക് പുറകിലോട്ട് വലിച്ച് സാധാ തുറക്കുന്ന പോലെ തുറക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലോട്ട് തുറന്നു പോകും. അതാണെങ്കിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലോസ് ആവുകയും ചെയ്യും. ഈ ഒരു മോഡൽ സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത്. ബാക്കത്തെ ആളുടെ, ഡ്രൈവർക്ക് ബാക്കിൽ ഇരിക്കുന്ന ആളുടെ രണ്ടുപേരെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോ ബാക്കിലത്തെ 2 സീറ്റും ഇതിലേക്ക് പോയിട്ടു, ഡിക്കിലേക്ക് പോയി താഴേക്ക്. അതെ, ഇപ്പൊ അത്ര സ്പേസ്. ഇനിയിപ്പോ നമ്മളത് റിലാക്സ് മോഡിലേക്ക് ഇടുക. 2 സീറ്റും ഇത്രയും വിശാലമായിട്ട് കിടന്ന് ഉറങ്ങാം. നമുക്ക് ഈ ഒരു ഭാഗവും അല്ലേ, അതും പൊങ്ങും. ഇതിനാണ് റിലാക്സ് മോഡ് എന്ന് പറയുന്നത്. റിലാക്സ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോകും. എക്സ്റ്റൻഷൻ വന്നു, ലെഗ് സപ്പോർട്ട്. ഇനി അത് ഒറ്റ പ്രസ് തന്നെ നമുക്ക് തിരിച്ചെത്തും. ഓക്കെ. ഇതാണ് റിലാക്സ് മോഡ്. അപ്പൊ നമുക്ക് ഒരു ലോങ്ങൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഉറക്ക ക്ഷീണമൊന്നും നമ്മളെ കൂടുതൽ അറിയത്തില്ല. ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഈ ഫ്രണ്ട് സീറ്റ് മുമ്പോട്ട് ആക്കണം, സ്പേസ് വേണം. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ആ സീറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടിലേക്ക് പോകും. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ് ഉടം വരെ പോകും. ഇത് വേണമെങ്കിൽ അങ്ങോട്ട് മടക്കാം കംപ്ലീറ്റ്. അത് ഇവരെ പുറകെ ഇഷ്ടപ്പെടും. മുമ്പോട്ടാക്കാം, ബാക്സ് മുമ്പോട്ടും ബാക്കോട്ടും ആക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇഷ്ടമുള്ള പോലെ ഇങ്ങോട്ട് വേണേ ആക്കാം. ഇതൊക്കെ നമുക്ക് മുമ്പോട്ട് ഇവിടെ വെക്കാം. ഇത് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ, ചാർജ് ആവുന്നത്. ഇത് കുറച്ചാണെങ്കിൽ വയർലെസ് ചാർജിങ് മാത്രമേ ഉള്ളൂ. ഇത് ഫോൺ ചാർജിങ് മാത്രം. USB വർക്ക് ചെയ്യില്ല. ഇത് ഞെക്കിയാലാണ് USB പ്ലസ് വയർലെസ് ചാർജിങ് വരിക. ജസ്റ്റ് കട്ട് ലോക്കായ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല. ഇതാണ് ഗ്രാബിലേൽ ശരിക്കും ഒരു പ്രായമുള്ളവർ കയറാനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, സഹായമായിട്ട് പിടിച്ചു കയറാം. റോഡിലുള്ള ആ ലൈനിന്റെ അപ്പർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ അലാറം അടിക്കും. വണ്ടി പോകണ വണ്ടി അലാറം അടിച്ചോണ്ടിരിക്കും. നിങ്ങൾ ലൈൻ മാറി എന്ന് പറഞ്ഞിട്ട് അലാറം കത്ത് വെച്ച്. ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ മുമ്പിൽ പോകുന്ന ഓട്ടോയ്ക്ക് ഡിസ്റ്റൻസ് ഇട്ടേക്കുക. ആ ഓട്ടം 40 പോകുന്നതുകൊണ്ടാണ് ഈ വണ്ടി 40 പോകുന്നത്. അത് ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ കൂട്ടും ചെയ്യാം. ഇപ്പൊ ലൈൻ കട്ടായി, കാരണം ഇവിടെ ലൈൻ ഇല്ല, വണ്ടിക്ക് തിരിക്കാൻ അറിയുന്നില്ല, എങ്ങോട്ടാ തിരിയേണ്ടെന്ന് അറിയുന്നില്ല. അതാ ലൈൻ കട്ടായി, മനസ്സിലായി. ഇപ്പൊ ലൈൻ കട്ടായി കംപ്ലീറ്റ്. അതെ, ഇപ്പൊ സലാർ അടിച്ചില്ലേ, അത് ആ വണ്ടി ഏകദേശം അടുത്തെത്തിയായിരുന്നു, പക്ഷെ ഞാൻ ബ്രേക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് ആ സൈഡ് ആ അലാറ സൗണ്ട് അടിക്കുന്നത്. ഇനി ഞാൻ ആ ബ്രേക്ക് ഞാൻ ചവിട്ടിയില്ലെങ്കിൽ ഒറ്റ സഡൻ ബ്രേക്ക് അടിക്കും. ബൈക്കാരൻ വന്ന് ഇടിക്കുകയും ചെയ്യും. വണ്ടി പോട്ടെ, വണ്ടിയെ ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നതല്ല. ഇപ്പൊ ആക്സിഡന്റ് കൊടുക്കുന്നതും ഈ ബ്രേക്ക് ചെയ്തത് ഞാനല്ല. ഇപ്പൊ എക്കോണോ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സ്പോർട്സ് മോഡ് ഇടുമ്പോ നോർമലായി സ്പോർട്സ് മോഡ് ഇട്ടു. ആ വ്യത്യാസം വരും. RPM ഏറ്റവും മുകളിൽ RPM മാറുള്ളൂ. മറ്റേതാണെങ്കിൽ RPM ചെറിയ RPM തന്നെ ഗിയർ ചേഞ്ച് ചെയ്ത് പോകും. നോർമൽ വരെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് 13, 13.5 14 വരെ കിട്ടുന്നത്. സ്പോർട്സ് ഇടുമ്പോൾ നമുക്കൊരു 9, 10 പ്രതീക്ഷിച്ചാൽ മതി. ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു മോണിറ്റർ ഉണ്ട്, പക്ഷെ നമുക്ക് ഇട സൈഡ് അത് കാണാൻ കഴിയത്തില്ല, ഡ്രൈവർക്ക് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്തുണ്ടാവും സ്പീഡ് ലിമിറ്റ് കാണിക്കും ഓട്ടോമാറ്റിക്. ഇപ്പൊ 50 കാണിക്കുന്നത്, അത് കറക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കറണ്ട് സ്പീഡ് എത്രയാ പോകുന്നത് അത് കാണിക്കും. കാണാൻ പറ്റത്തില്ല, ഡ്രൈവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതെ, ഡ്രൈവർക്ക് ഗ്ലാസ് കണ്ണെടുക്കണ്ട, മീറ്റർ നോക്കാതെ എല്ലാ കാര്യവും അതിൻ്റെ അത് കാണാം. സീറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പം ഫീൽ ചെയ്തപ്പോൾ ചൂടാ വരുന്നത്, അതുപോലെ ഇതുണ്ടോ ചൂട് തണുപ്പ് രണ്ടും അവിടെ നിന്ന് മോണിറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് പിറകുന്നും അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തും നമുക്ക് കൂളിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. കൂളിംഗ് വേണമെങ്കിൽ കൂളിംഗ് ആക്കാം, ഹീറ്റ് വേണമെങ്കിൽ ഹീറ്റും ആക്കാം.
ഹൈ സ്പീഡ് കൂളിംഗ് ആണ് ഇപ്പൊ നമുക്ക് ഈ സീറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സീറ്റിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കിട്ടി. ഒരു ഫാൻ ഉണ്ട് ചെറുത്, ചെറിയൊരു ഫാൻ. ഓക്കെ ഓക്കെ. സൺറൂഫ് അടക്കം വരുന്നത്, ഫുൾ സൺറൂഫ് ഓപ്പൺ ആവും. അതുപോലെ ഫ്രണ്ടിലും ഇത് ഫ്രണ്ടത്തെ തുറക്കുന്നത്. അത് ബാക്ക്, ഇത് ബാക്കത്തെ കണ്ടോ, ക്ലോസ്. ഇവിടെ 4 ലൈറ്റ്, 4 താഴെ 4 എണ്ണം, മൊത്തം 12 ലൈറ്റാണ് വരുന്നത്. ഓക്കെ. ഇതിന് 2 ഹൈയും ലോയും. ഓക്കെ. പിന്നെ താഴത്തെ നമ്മുടെ വരുന്നത് ഫോഗ് ലാംപ്സ് 2 എണ്ണം. ഓക്കെ. ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യം ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവും. പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ 2 സൈഡിൽ ചാർജ് ചെയ്യാവുന്ന ഒരു സൗകര്യമുണ്ട്. അതായത് 2 പേർക്കും സുഖമായിട്ട് ചാർജ് ചെയ്ത് പോവാം. അതാണെങ്കിൽ എല്ലാ സീറ്റിനും ചാർജിങ് സൗകര്യം ഉണ്ടല്ലോ. എല്ലാ സീറ്റിനും ഉണ്ട്. നമ്മൾ സാധാരണ ഇന്നോവ വരുന്നൊക്കെ ബാക്ക് വീൽ ഡ്രൈവ് വരുമ്പോൾ ഇവിടെ ഡ്രൈവ് ഷാഫ്റ്റ് വരും. ഷാഫ്റ്റിന്റെ സെന്റർ ആയിട്ട് ഒരു ബഡ്ജ് ചെയ്ത് വരും. അപ്പൊ ഇപ്പൊ ഈ വണ്ടിക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ടാണ് ഇത്ര നമുക്ക് ആ ഫ്ലാറ്റ് ഇത് കിട്ടുന്നത്. ആ സ്പേസ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഏറ്റവും യാത്രാ സുഖമുള്ള സീറ്റ് എന്ന് പറയുന്നത് സെൻട്രലാണ് 2 സീറ്റ്. ഈ വണ്ടി ഞങ്ങളിപ്പോ ഹൈദരാബാദ് പോയിട്ട് വന്നതാ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് പോയിട്ട് വന്നത്. നമ്മൾ അറിഞ്ഞിട്ടില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു കോഴിക്കോട് പോയ ഫീലൊക്കെ ഒന്ന് ആ ക്ഷീണൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. നമുക്ക് ഈ വണ്ടി റിമോട്ടിൽ സ്റ്റാർട്ട് ആക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് മാറിയിരിക്കുവാണെങ്കിൽ വണ്ടി AC കൂളിംഗ് ആകാനും കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണും ചെയ്യാം. അതുപോലെ ഓഫും ഇതിനകത്ത് തന്നെ വണ്ടിക്ക്. വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് വണ്ടി കൂളിംഗ് ആക്കി വെക്കാം നമ്മൾ വരുമ്പോഴത്തേക്കും. അപ്പൊ നമ്മള് പുറത്തോട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് കൂളാക്കി വെക്കും. പിന്നെ അതുപോലെ ഓഫായി സ്ലൈഡ് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് അതും തുറക്കാം, റിമോട്ട് വഴി. പിന്നെ അതുപോലെ ഡിക്കി, കലക്കി. അതെനിക്ക് കഴിഞ്ഞാൽ 2ഉം നമുക്ക് ക്ലോസ് ആക്കാനും പറ്റും. ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ആക്കണേ നമ്മൾ ആദ്യം വണ്ടി ലോക്ക് ചെയ്യണം. കാരണം സ്റ്റാർട്ട് ആക്കി കിടക്കുമ്പോൾ ആരും കയറി വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ലോക്ക് ആക്കിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടായി വണ്ടി ഓട്ടോമാറ്റിക് കൂളിംഗ് ആയിക്കോളും. നമ്മൾ എന്താ മുമ്പ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ വണ്ടി കൂളിംഗ് ആയിക്കോളും. എന്നിട്ട് ഇപ്പോൾ ആരും കയറണമെങ്കിൽ ഇതുപോലെ അൺലോക്ക് ചെയ്യുക, ആള് കയറി. ഇത് ലോക്ക് ബട്ടൺ, ഇത് ഹോൾഡ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് ലെഫ്റ്റ് സൈഡ് റോഡ് ഡോറ് തുറക്കാനായിട്ട്, റൈറ്റ് സൈഡ് ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ബാക്ക് തുറക്കാം. ഇത് അൺലോക്ക്. 360 വ്യൂ വരും. നമുക്ക് വണ്ടി കറക്റ്റായിട്ട് എവിടെയാണ് വണ്ടി കിടക്കുന്നത്, റോഡിന്റെ എവിടെയാണ്, ബാക്കിൽ എന്താണ്, ഫ്രണ്ടിൽ എന്താണ്, നമ്മളിപ്പോ കറക്റ്റ് നിൽക്കുന്ന സ്പോട്ട് ഒരു വീഡിയോ എടുത്ത് മുകളിൽ നിന്ന് ഒരു ഡ്രോൺ എടുത്ത് റോഡ് ക്രോസ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മളെ റോഡിന് ഫുൾ എങ്ങനെയാണ് വന്നേക്കുന്നത്, അത് മുഴുവൻ ആരാണ് അടുത്ത് കൂടെ പോകുന്നത് കംപ്ലീറ്റ് ഇതിനകത്ത് കിട്ടും. ഈവൻ വണ്ടി മൂവ് ആക്കുമ്പോൾ ടയർ തിരിക്കുന്നവരെ കണ്ടോ, ടയർ തിരിക്കുന്നവരെ അത് കിട്ടും. വണ്ടി ഇപ്പൊ മുമ്പോട്ടാക്കുകയാണ് കണ്ടോ, ആ ടയർ അനുസരിച്ച് കറങ്ങും. നമുക്ക് ആ 2 സൈഡ് നോക്കാം എന്താണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ, കല്ലുണ്ടോ, നമുക്ക് വെളിയിലുള്ള ഒരു മിററിന്റെ ആവശ്യമില്ല. നൈറ്റ് വിഷൻ അടക്കം വരുന്നത് നമുക്ക് രാത്രിയൊക്കെ എടുക്കാൻ നല്ല സുഖമാണ്. റിവേഴ്സ് ആക്കുമ്പോഴും അത് മാത്രമല്ല, വേണമെങ്കിൽ റിവേഴ്സിലും ഇങ്ങനെ എടുക്കാം. റിവേഴ്സ് ഉണ്ടോ നമുക്ക് നോക്കി എന്തെങ്കിലും ഉണ്ടോ, അടുത്തുണ്ടോ, ഉണ്ടോ. എടുക്കുമ്പോൾ ലെഫ്റ്റ് ക്യാമറയുണ്ട്, കറക്റ്റ് കാണാം എന്താണ് ലെഫ്റ്റ് നടക്കുന്ന സംഭവങ്ങളെല്ലാം. അതുപോലെ തന്നെ റൈറ്റും നമുക്ക് കറക്റ്റ് കാണാം. പിന്നെ ഇത് പാർക്ക് ബ്രേക്ക്, ഇതാ പാർക്ക് ബ്രേക്ക് വരുന്നത്. ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് ആക്കിയാൽ മതി. ലോക്കായി പാർക്ക് ബ്രേക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് താഴേക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ ഹോൾഡ് ആണ്. നമ്മളൊരു കയറ്റം നിർത്തി, ഇപ്പൊ ഇവിടെ നിർത്തി, ഒരു കയറ്റമുണ്ട്, അവിടെ റിവേഴ്സ് അനങ്ങുന്നില്ല കണ്ടോ. കാലെടുത്താലും വണ്ടി ഒരു 3-4 സെക്കൻഡ് വണ്ടിയോട് നിൽക്കും. അതിനുശേഷം നമ്മൾ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ മൂവ് ആവുള്ളൂ. അതാണ് ഓട്ടോ ഹോൾഡ്. അപ്പം ആരെങ്കിലും ഒരാള് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാണ് ബാക്കിൽ കൂടി, നമ്മൾ കണ്ടില്ല, വണ്ടി ആദ്യം ജസ്റ്റ് അലാറം അടിക്കും, ആ സെക്കൻഡ് തന്നെ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യും. അപ്പൊ നമ്മൾ കാല് ബ്രേക്കിൽ വെച്ചില്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ന്യൂട്രൽ വരും. ഇത് ഡ്രൈവ്, റിവേഴ്സ്. പക്ഷെ നമ്മൾ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞോടെ നമ്മള് പി ഇടും, പാർക്ക് ഇട്ടു, വണ്ടി പാർക്കായി.
സ്പീക്കർ വരുന്ന മെയിൻ സ്പീക്കർ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കും ബാസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് വരുന്നത് ബോസിന്റെ സ്പീക്കർ കംപ്ലീറ്റ് ബോസിന്റെ സ്പീക്കറാണ് വരുന്നത്. സെൻട്രലാണ് ഇത് മെയിൻ സ്പീക്കർ, നമുക്ക് ബാസ് ഫീൽ ചെയ്യും. ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെ സ്പീക്കർ, അവിടെ സ്പീക്കർ, ഇവിടെ സ്പീക്കർ, ഒന്ന് ഇവിടെ ഡോർ സൈഡില്, 2 ഡോർ സൈഡില്, പിന്നെ ഏറ്റവും ബാക്കില് സൈഡിൽ 2 വരുന്നുണ്ട്. ഇതിന്റെ പാസഞ്ചർ ടോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത് ഏറ്റവും ബാക്കിലേക്ക് നമുക്ക് കേൾക്കത്തില്ല, നമ്മൾ ഉറക്കെ സംസാരിക്കുന്നത്. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മള് പാസഞ്ചർ ടോക്ക് എന്നൊരു സ്വിച്ച് ഞെക്കിയാല് കംപ്ലീറ്റ് ഫീൽ ചെയ്തില്ലേ? 11 സ്പീക്കർ വരുന്നുണ്ട് വണ്ടിക്കകത്ത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക് കേൾക്കാം. അയാൾ പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാം. ഇവിടെ മൈക്ക്, ഇവിടെ 2 മൈക്ക്, പുറകിൽ സെൻട്രൽ മൈക്ക്, ഏറ്റവും ബാക്കിലും മൈക്ക്. ആരെന്ത് പറഞ്ഞു അതെല്ലാം എനിക്കിപ്പോ സറൗണ്ട് അടിച്ചാണ് കേൾക്കുന്നുണ്ട് വോയിസ് എല്ലാം കറക്റ്റ് ആയിട്ട്. എന്ത് മെല്ലെ പറഞ്ഞാലും ആ സൗണ്ട് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞാൽ നല്ല സൗണ്ട് പുറത്ത് കേൾക്കാം. ബാക്കിലിരിക്കുന്ന ആളുടെ അടുത്ത് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റും. ആ ബാക്കിലെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഫ്രണ്ട് സ്പീക്കർ കേൾക്കാം. മനസ്സിലായി. എല്ലാവർക്കും ഒരേപോലെ വർത്താനം പറഞ്ഞു പോകാൻ പറ്റും. അത് ഓഫ് ഓണും നമുക്ക് ചെയ്യാം. നമ്മളെ കൈ തന്നെ ഗിയർ മാറാമോ? പ്ലസ് മൈനസ്. 5th പോകുന്നത്, 6th ഇട്ടു, 7 ഇട്ടു, 8 സ്പീഡ്. 8 സ്പീഡ് ആയി. ഇപ്പം ഓട്ടോമാറ്റിക്കും 8 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ സെയിം. അപ്പൊ നമുക്ക് പക്ഷെ എപ്പോഴും മാറ്റാം. വേണമെങ്കിൽ 7th 8th നമുക്ക് ഇഷ്ടമുള്ള പോലെ. അത് മെയിൻ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡൗൺ ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. ഈ ചിലവർക്ക് അങ്ങനെ ഗിയർ മാറി സ്പീഡ് കൂട്ടാനുള്ള ഡൗൺ ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ എടുക്കാം. മനസ്സിലായി. ഈ വണ്ടി ലോഞ്ച് ചെയ്ത പിറ്റേ ദിവസം ആ സമയത്ത് നമ്മള് വണ്ടി എടുത്തേ. ഷോറൂം പറഞ്ഞത് സെക്കൻഡ് വണ്ടി അവർ പറഞ്ഞത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കണ്ണൂരിലെ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പൊ നമ്മൾ വണ്ടി വെച്ച് ഇറങ്ങാൻ പോവാ. ആ സമയത്ത് ഡോറ് തുറക്കുമ്പോ തന്നെ അവിടെ സീറ്റ് ബാക്കോട്ട് പോകും, നമുക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ. അതുപോലെ ഡോർ അടച്ചു കഴിയുമ്പോൾ തിരിച്ച് ഡോറ് ആ ഇതിലേക്ക് വരും, സീറ്റ് ഫ്രണ്ടിലോട്ടും ആവും. ഇത് ഇന്ത്യൻ മോഡലാണോ അതോ പുറത്തുള്ള മോഡലാണോ? അതൊരു കൺഫ്യൂഷൻ ശരിക്കും ഇപ്പൊ ഉണ്ട്. കാരണം ഞാനിപ്പം നമ്മൾ കമ്പനിക്കാർ ഇരിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞത് വെച്ചാൽ ഇത് അസംബ്ലി കൊറിയൻ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ വണ്ടി സൈഡിൽ നോക്കുമ്പോൾ കൊറിയൻ ലാംഗ്വേജ് കാണിക്കുന്നുണ്ട്. കമ്പനിക്കാർ പറഞ്ഞത് ഇത് കൊറിയൻ മെയ്ഡാണ്. പക്ഷെ ടു ഇന്ത്യ എഴുതിയേക്കുന്നത് ഇന്ത്യയിലേക്കുള്ള കൊറിയൻ മെയ്ഡ് എന്നാ അവർ പറഞ്ഞത്. കാര്യം കണ്ടപ്പോൾ നമുക്ക് അറിയത്തില്ല. നമ്മളടുത്ത് ഷോറൂമുകാർ പറഞ്ഞത് ഈ രീതിക്കാണ്. ഈ രീതിയാണ് പറഞ്ഞത്. ഇതിന്റെ അടിയിൽ സ്റ്റെപ്പ് ടയർ വരുന്നത് ഇവിടെ ഇതിന്റെ അടിയിൽ. അത് ഇത്രേ ഉണ്ടാവുള്ളൂ. മിസ്റ്റർ ഈ ഫോറിൻ എല്ലാ കാരണം ഇത്രേ ഉണ്ടാവുള്ളൂ. ഒരു ബൈക്കിന്റെ ടയറിന്റെ സൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം സ്പീഡ് അതിലേക്കാണ് 60. നമുക്ക് ആ സ്റ്റെപ്പ് ടയറിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പിന് ടയർ എന്ന് പറയുന്ന ഈ സൈസ് അല്ല, വളരെ ഇത്രേ ഉണ്ടാവുള്ളൂ, വളരെ ചെറുത്. അതെന്താ അങ്ങനെ? നമുക്ക് സെയിം ടയർ തന്നെ വേണമെന്നല്ലേ? ഇപ്പം നമ്മൾ ഏത് ബ്രാൻഡ് BMW ഓടി ഏതെടുത്താലും ഈ ഫോറിൻ കൺട്രിക്കെല്ലാം ഫോറിൻ കാറിനെല്ലാം ചെറിയ ടയർ ഉണ്ടാവുള്ളൂ.